ഈ ടെൻറ്റ് നിങ്ങൾ കണ്ടോ? ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനും അതിപ്പോൾ മരണം ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, എന്തായാലും ഇങ്ങനത്തെ ടെൻറ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അതിനധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ 10 മണിക്കാണ് തുടങ്ങണമെങ്കിൽ 11 മണിക്ക് തന്നെ ആ ടെൻറ്റ് അടിച്ച് കഴിയും കേട്ടോ. നമ്മുടെ പോലത്തെ കല്യാണ വീട്ടിൽ കുറേ നേരം എടുത്തിട്ടല്ലേ അറേഞ്ച് ചെയ്യണത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് 4 കാലം അവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങ് ഉറപ്പിക്കുകയാണ്. ഇതിപ്പോൾ എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആത്തി റിവർ NHCയിൽ താമസിച്ചുകൊണ്ടിരുന്നില്ലേ, നമ്മുടെ വീടിൻ്റെ നമ്പർ 21 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 23ാമത്തെ വീട് അവർ സ്വന്തമായിട്ട് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ടിയാണ്. കയറി താമസം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ ആരെയും വിളിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിവിടെ പുതിയതാണ്. അപ്പോൾ അവരുടെ കസിൻസിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര സൈലൻസ് ആയിരുന്നു കേട്ടോ. ആ സൈലൻസ് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ഒച്ച ഓളിയൊക്കെ ഇട്ട് ഭയങ്കര ഒച്ചയായിരുന്നു. പക്ഷേ ഈ NHCയുടെ അകത്ത് അധികം ഒച്ച ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻസ് ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ ഫുഡിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ കസേരയിൽ മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല റിച്ച് ആൾക്കാരാണെങ്കിൽ ഇവരിപ്പം കൊണ്ടുവന്നേക്കണം നല്ല സ്വർണ്ണ ഇതൊക്കെ പൂശിയ നല്ല കസേരകളാണ് കേട്ടോ. കുറച്ച് കാശ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ സാധാ വെള്ള കസേര കൊണ്ടുവരും. അതാണ് പ്രത്യേകത. പിന്നെ നമ്മൾ കേരള അസോസിയേഷൻ്റെ ഫുഡ് ഫെസ്റ്റിവലിന് പോയപ്പോൾ കണ്ടില്ലേ, അവിടെയും ഇങ്ങനത്തെ